മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ AKG സെന്ററിന്റെ വിലാസത്തിലാണെന്ന് ആദ്യമായി പുറത്തുവിട്ടത് അന്തരിച്ച MLA ആയിരുന്ന PT തോമസ് ആയിരുന്നു. അന്ന് PT തോമസിന്റെ ഈ ആരോപണം ഏതാനും മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി ദേശീയ ശ്രദ്ധയിലേക്കും ചെറുതായി വ്യാപിച്ചു തുടങ്ങിയിരുന്നു. അതേ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ആരംഭിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജി നൽകിയപ്പോൾ SFIO അവിടെ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഹർജിയുമായി പിന്നീട് വീണ വിജയന് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നതും. 2020 ജൂൺ 16 രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പേരിൽ ഒരു രജിസ്റ്റേർഡ് കത്ത് AKG സെന്ററിലേക്ക് അയക്കുന്നു. അതായത് വീണ വിജയൻ എക്സാലോജിക് കമ്പനി എന്ന പേരിലാണ് ആ കത്ത് അയക്കുന്നത്. എന്നാൽ ഈ കത്ത് അവിടെ ആരും കൈപ്പറ്റുന്നില്ല. അതേ തുടർന്ന് കത്ത് തിരികെ പോയി. വീണ്ടും ജൂലൈ മാസത്തിൽ ഈ പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വീണ വിജയന് ഒരു ഇമെയിൽ അയക്കുന്നു. അതായത് നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ചില പരാതികളുണ്ട്, ആരോപണങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മെയിൽ അയച്ചത്. പക്ഷേ ഈ മെയിലിനും ആരും പ്രതികരിച്ചില്ല. അതോടുകൂടി തുടർ നടപടികൾ ഈ കേന്ദ്ര ഏജൻസികൾ അവിടെ ആരംഭിച്ചിരുന്നു. അക്കാര്യം കൃത്യമായി വീണ വിജയനോ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയനോ അറിഞ്ഞിരുന്നില്ല. അതായത് ഇങ്ങനെ അയച്ച ഇമെയിലിൻ്റെയും കത്തിൻ്റെയും ഒക്കെ കൃത്യമായ വിവരങ്ങൾ ഈ പറയുന്ന SFIO ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ പറയുന്ന കേസ് പരിഗണിച്ച കർണാടക ഹൈക്കോടതി ബെഞ്ച് പരിഗണിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഇതിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വീണ്ടും വീണയ്ക്ക് ഒരു കത്തയക്കുന്നു അല്ലെങ്കിൽ മെയിൽ അയക്കുന്നു. എന്താണ് പറയുന്നത്? നിങ്ങളുടെ കമ്പനിയുടെ വിലാസം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ നടന്നു. ഇത് കൃത്യമായി ഈ പറയുന്ന ROC അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. നിങ്ങൾ എത്രയും പെട്ടെന്ന് കമ്പനിക്ക് മുമ്പിൽ ഹാജരാകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 തവണ വീണ വിജയൻ ഈ പറയുന്ന കമ്പനിക്ക് മുന്നിൽ ഹാജരായി. അപ്പോൾ കമ്പനി പറയുന്നു നിങ്ങളുടെ വാദങ്ങൾ തെറ്റാണ്, 1 ലക്ഷം രൂപ കമ്പനി പിഴ ഈടാക്കണം അല്ലെ പിഴ അടയ്ക്കണം എന്ന് ഒരു നിലപാടെടുത്തു. അപ്പോൾ വീണ വിജയൻ പറഞ്ഞു ഇക്കാലം അത്രയും വർക്ക് ഫ്രം ഹോം എന്ന നിലയിലാണ് താൻ ജോലി ചെയ്തത്, അതുകൊണ്ടാണ് AKG സെന്ററിന്റെ വിലാസം വെച്ചത്, വേറെ കാര്യമൊന്നുമല്ല, ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആവശ്യങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് ആ പിഴത്തുക കുറച്ചു കൊടുക്കുകയും അങ്ങനെ 20,000 രൂപയാക്കി മാറ്റുകയും ചെയ്തു. ഈ 20,000 രൂപ വീണ അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ രേഖകളും ഈ കോടതിയിലെത്തിയിരുന്നു. ഇതിനുശേഷം 2021 ജനുവരി 29 ഈ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി വീണയെ അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനിയെ അറിയിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം ഈ പറയുന്ന ROC അയച്ചിരുന്നു. അതായത് നിങ്ങളുടെ കമ്പനി ചില ഗുരുതരമായ തെറ്റുകൾ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കരിമണൽ കമ്പനിയായ CMRLന് എന്തൊക്കെയോ സേവനങ്ങൾ നൽകാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും നടപ്പാകാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. ഈ പണം എവിടെ നിന്നെത്തി, എത്ര രൂപ എത്തി എന്നതിൻ്റെ കണക്കുകളെല്ലാം തന്നെ ഹാജരാക്കണം. ഇതുമാത്രമല്ല, CMRLനെ കൂടാതെ കേരളത്തിലെ വിവിധ കമ്പനികളുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കണം. ഇതൊക്കെ ആവശ്യപ്പെട്ട് കൃത്യമായി തന്നെ CMRL കത്തയച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ ഈ വീണ വിജയനും ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാത്ത CPM നേതാക്കൾ അക്കാലത്തും വീണ വിജയനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇമെയിലുകൾ അയച്ചു എന്നും ഉള്ള കാര്യം SFIO കർണാടക ഹൈക്കോടതി അറിയിച്ചു. അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതി വീണ വിജയൻ്റെ ഹർജി പൂർണ്ണമായും തള്ളുന്നു എന്ന നിലപാട് സ്വീകരിച്ചത്. ആദ്യം കർണാടക ഹൈക്കോടതി പറഞ്ഞത് SFIO ഈ അന്വേഷണം അല്ലെങ്കിൽ വാദം പൂർത്തിയാകുന്നവരെ വീണയെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ SFIO പറഞ്ഞു ഇല്ല, ഞങ്ങളുടെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്, ഇപ്പോൾ അറസ്റ്റ് നടപടികളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ചെയ്ത എല്ലാ നടപടികളും, അതായത് ROC ചെയ്തതും SFIO ചെയ്തതുമായ കൃത്യമായ കാര്യങ്ങൾ, മെയിലുകൾ, കത്തുകൾ, ഇതിൻ്റെ എല്ലാം രേഖകൾ ഈ പറയുന്ന ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് കർണാടക ജസ്റ്റിസായ M നാഗപ്രസന്ന പറഞ്ഞത് SFIOയുടെ നിലപാട് ശരിയാണ്, അവരുടെ പ്രവർത്തികൾ ഇടപെടാൻ പാടില്ല, ഈ പറയുന്ന വീണ വിജയൻ്റെ ഹർജി പൂർണ്ണമായും തള്ളുകയാണ്. കാരണം രാജ്യത്ത് ഈ ആധുനിക സാങ്കേതികവിദ്യകൾ വന്നതോടുകൂടി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏറെ സങ്കീർണമായി മാറുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ SFIO തന്നെ അന്വേഷിക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അവർ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തുന്ന ഘട്ടം എത്തിയില്ല. അതുകൊണ്ട് ഇത്രയും നാൾ സഹകരിക്കാതിരുന്ന വീണയും എക്സാലോജിക് കമ്പനിയും SFIOയുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ഈ കോടതി നിർദ്ദേശിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ വീണ വിജയൻ എക്സാലോജിക് കമ്പനിക്ക് പുറമെ കേരളത്തിലെ ചില കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഗൗരവമായ ചില വിവരങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും 2021 ജൂൺ ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള എക്സാലോജിക്കുമായുള്ള കരാറിൻ്റെ വിശദാംശങ്ങൾ, അവിടെ നിന്ന് കൈപ്പറ്റിയ പണം, അതിൻ്റെ രേഖകൾ, ഒപ്പം സംസ്ഥാനത്തെ മറ്റ് കമ്പനികളുമായി കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായി ഏർപ്പെടുത്തിയ സാമ്പത്തിക വിനിമയത്തിൻ്റെ രേഖകൾ, ഇതെല്ലാം തന്നെ എത്രയും വേഗം അറിയിക്കണമെന്ന് വീണയെ കൃത്യമായി തന്നെ ഈ പറയുന്ന SFIO അറിയിച്ചിട്ടുണ്ട്. അതായത് സമൻസ് നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ വിജയൻ ഇതിനൊന്നും മറുപടി നൽകിയില്ല. കാരണം എന്താ? കേരള ഹൈക്കോടതിയിൽ പോകാതെ നേരെ കർണാടക ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നും ഇതെല്ലാം സ്റ്റേ ചെയ്യപ്പെടുമെന്നും വീണ കരുതി. പക്ഷേ അതെല്ലാം തന്നെ പാളിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വീണ വിജയനും ഈ പറയുന്ന പിണറായി വിജയനും CPM-ഉം പ്രതീക്ഷിച്ചിരുന്ന നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടായില്ല. അവർ കെട്ടിപ്പൊക്കിയ വാദങ്ങളെല്ലാം തന്നെ ഈ തെളിവുകളുടെ മുന്നിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ഈ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRL-ന് വാഗ്ദാനം നൽകിയ സേവനങ്ങളൊന്നും നൽകാതെയാണ് ഈ പണം സ്വീകരിച്ചതെന്ന് ആദ്യമായി കണ്ടെത്തിയത് ഈ പറയുന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽ ബോർഡിൻ്റെ ഉത്തരവിലാണുള്ളത്. ഈ ഉത്തരവ് വന്നതോടുകൂടി AK ബാലൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ എന്താ പറഞ്ഞത്? ഈ വീണ വിജയൻ്റെ ഭാഗം കേട്ടില്ല, അവരുടെ നിലപാടുകളൊന്നും കേൾക്കാതെ ഏകപക്ഷീയമായി അവരെ കുറ്റപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്, ഇത് തെറ്റാണ്. ഇങ്ങനെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ വന്ന് ഈ പറയുന്ന പിണറായി വിജയനും വീണ വിജയനും സംരക്ഷണം ഒരുക്കുകയായിരുന്നു. എന്നാൽ കോടതിയുടെ വിധി വന്നതോടുകൂടി, കോടതിയിൽ ഈ പറയുന്ന SFIO കൃത്യമായ രേഖകൾ ഹാജരാക്കിയതോടുകൂടി ഈ നേതാക്കൾക്കൊന്നും ഇപ്പോൾ മിണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് വീണ വിജയൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നിലപാടുകളിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടെന്ന് ഇപ്പോൾ CPM നേതാക്കൾക്ക് വ്യക്തമായി. അതുകൊണ്ടാണ് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത്, പിണറായിയുടെ മകളെക്കുറിച്ച് വീണ വിജയനെക്കുറിച്ച് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ, അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇനി മറ്റൊരു സംശയം ഉയർന്നിരിക്കുന്നത്, ഈ പറയുന്ന CMRL MD ആയ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും പേരിലുള്ള ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ വായ്പ സ്വീകരിച്ചതായി പറയുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായുണ്ട്. എന്നാൽ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വായ്പ നൽകിയതിൻ്റെ യാതൊരു വിവരങ്ങളുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രയവിക്രയം നടന്നതിൻ്റെ യാതൊരു രേഖകളുമില്ല. മാത്രമല്ല ഈ പറയുന്ന കമ്പനി വീണയ്ക്ക് നൽകിയ വായ്പയ്ക്ക് എത്ര രൂപയാണ് പലിശയെന്നോ എത്ര കാലത്തേക്കാണ് ഈ വായ്പ നൽകിയതെന്നോ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല ഈ പണം തിരിച്ചടച്ചോ ഇല്ലയോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ ഇതും സംശയത്തിന് ഇട നൽകുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ നൽകിയ പണവും ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കുള്ള മുഖ്യമന്ത്രി ചെയ്ത സേവനത്തിലുള്ള പ്രത്യുപകാരം എന്ന നിലയിൽ വീണയ്ക്ക് നൽകിയ പണമാകാം. എന്ന് പറഞ്ഞാൽ മാസപ്പടിയെന്നോ കൈക്കൂലിയെന്നോ ഒക്കെ പേരിട്ട് വിളിക്കാവുന്ന പണമാകാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നുണ്ട്. അവർ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കൃത്യമായി, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങിയത്. ഇപ്പോൾ പോലീസോ CBI ഒക്കെയാണ് ഇത്തരം അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ പെട്ടെന്ന് ഒരു അറസ്റ്റൊക്കെ നടത്തി വലിയ കോളിളക്കം സൃഷ്ടിച്ചേനെ. പക്ഷേ ഈ പറയുന്ന SFIOയുടെ നിലപാട് എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം അവസാന ഘട്ടം എന്ന നിലയിലാണ് അറസ്റ്റ് നടത്തുക. ഏതാണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് വീണ വിജയനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം. എന്തായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് ഈ പറയുന്ന ROC അതുപോലെ തന്നെ SFIO ഒക്കെ അന്വേഷണം ആരംഭിച്ചു. ഇതിൻ്റെ കൃത്യമായ രേഖകൾ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇത്തരം ആരോപണം ഉന്നയിച്ച കോൺഗ്രസിൻ്റെ മുൻ MLA, അന്തരിച്ച MLA ആയ PT തോമസിൻ്റെ നിലപാടുകൾ ശരിയാണെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതായത് അന്ന് PT തോമസ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ CPM നേതാക്കൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ കോൺഗ്രസ് നേതാവ് നൽകിയ അല്ലെങ്കിൽ നടത്തിയ നിലപാടുകൾ ഇടപെടലുകൾ വളരെ ശരിയായിരുന്നു. അതായത് വീണ വിജയൻ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്തെ CPM പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനങ്ങൾ നൽകുകയും അതിന് പണം സ്വീകരിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യാൻ വീണ കണ്ടെത്തിയൊരു മാർഗം, അതായത് പാർട്ടിയുടെ സ്വാധീനം കൃത്യമായി ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള കരാറുകൾ നേടിയെടുക്കുക തന്നെയാണ് ലക്ഷ്യം. ഇക്കാര്യങ്ങൾ ഈ പറയുന്ന PT തോമസ് മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് എതിർത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും അവരെല്ലാം അതിനെ പിന്തുണയ്ക്കുകയാണ്. മാത്രമല്ല ഈ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ വീണ വിജയൻ CPM-ൽ ഇതുവരെ ഇവരെ പ്രതിരോധിക്കാനായി കൂടെ നിന്ന നേതാക്കൾ ഇവരെല്ലാം കുഴപ്പത്തിൽ ചാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.